വചനം 7. വാക്കർത്ഥം. വഖാലു, അവർ പറയുന്നു, മാ, എന്താണ്, അഥവാ അത്ഭുതം തന്നെ, ലിഹാദർ റസൂലി, ഈ റസൂലിന്, ദൈവദൂതന്, യഅ്കുലു, അദ്ദേഹം തിന്നുന്നു, കഴിക്കുന്നു, അത്ത്വആമ, ഭക്ഷണം, വയംഷി, നടക്കുകയും അഥവാ സഞ്ചരിക്കുകയും ചെയ്യുന്നു, ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ, ലൗല ഉൻസില, ഇറക്കപ്പെടരുതോ, ഇറക്കപ്പെട്ടുകൂടെ, ഇലൈഹി, അദ്ദേഹത്തിങ്കലേക്ക്, മലക്കുൻ, ഒരു മലക്ക്, ഫയക്കൂന, എന്നിട്ട് അദ്ദേഹം ആയിരിക്കുക, മഅഹു, അദ്ദേഹം ഒന്നിച്ച്, തൻ്റെ കൂടെ, നദീറൻ, ഒരു താക്കീതുകാരൻ. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയുന്നു, എന്താണ് ഈ റസൂലിന്? അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ കൂടി നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണോ റസൂലുകൾ? അദ്ദേഹത്തിങ്കലേക്ക് ഒരു മലക്ക് ഇറക്കിക്കൊടുക്കപ്പെടുകയും എന്നിട്ട് ആ മലക്ക് തൻ്റെ ഒന്നിച്ച് ഒരു താക്കീതുകാരനായിരിക്കുകയും ചെയ്യരുതോ? വചനം 8. വാക്കർത്ഥം. ഔ യുൽഖ, അല്ലെങ്കിൽ ഇട്ടുകൊടുക്കപ്പെടുക അരുതോ, ഇലൈഹി, അദ്ദേഹത്തിന്, അദ്ദേഹത്തിങ്കലേക്ക്, കൻസുൻ, വല്ല നിക്ഷേപവും, ഒരു നിധി, ഔ തക്കൂനു, അല്ലെങ്കിൽ ഉണ്ടാകുക അരുതോ, ലഹു, അദ്ദേഹത്തിന്, തനിക്ക്, ജന്നത്തുൻ, ഒരു തോപ്പ്, തോട്ടം, യഅ്കുലു, അദ്ദേഹത്തിന് തിന്നാവുന്ന, കഴിക്കുമാറ്, മിൻഹ, അതിൽ നിന്ന്, വഖാല, പറയുകയും ചെയ്തു, പറയുന്നു, അദ്ദാലിമൂന, അക്രമികൾ, ഇൻ തത്തബിഊന, നിങ്ങൾ പിൻപറ്റുന്നില്ല, തുടരുന്നില്ല, ഇല്ലാ റജുലൻ, ഒരു പുരുഷനെയല്ലാതെ, അഥവാ ഒരാളെയല്ലാതെ, മസ്ഹൂറൻ, ആഭിചാര ബാധിതനായ, മാരണം ചെയ്യപ്പെട്ടവനായ. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല നിക്ഷേപവും ഇട്ടുകൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഭക്ഷണം തിന്നുമാറുള്ള ഒരു തോപ്പുണ്ടായിരിക്കുകയോ ചെയ്യരുതോ? ഈ അക്രമികൾ പറയുകയാണ്, ആഭിചാരബാധിതനായ ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന്. വചനം 9. വാക്കർത്ഥം. ഉൻളുർ, നോക്കുക, കൈഫ, എങ്ങനെയാണ്, ദറബു, അവർ വിവരിച്ചു, ആക്കി, ലക, നിനക്ക്, തനിക്ക്, അൽ അംസാല, ഉപമകളെ, ഉദാഹരണങ്ങളെ, ഫദല്ലു, അങ്ങനെ അവർ വഴിപിഴച്ചിരിക്കുന്നു, ഫലാ യസ്തതീഊന, ആകയാൽ ഇനി അവർക്ക് സാധ്യമാകയില്ല, സബീലൻ, ഒരു മാർഗവും വഴിയും. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. നോക്കുക നബിയെ, അവർ നിന്നെക്കുറിച്ച് ഉപമകൾ വിവരിച്ചതെങ്ങനെയാണെന്ന്. അങ്ങനെ അവർ വഴിപിഴച്ചുപോയി, ആകയാൽ അവർക്ക് ഒരു മാർഗവും കണ്ടെത്തുവാൻ സാധ്യമാകുകയില്ല. 7 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. സാധാരണ മനുഷ്യരെപ്പോലെ ഭക്ഷണം കഴിക്കുക, അങ്ങാടിയിൽ കൂടി നടക്കുക മുതലായവ റസൂലുകൾക്ക്
അഥവാ ദൈവദൂതന്മാർക്ക് യോജിച്ചതല്ലെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളായതുകൊണ്ട് അവിടുന്ന് റസൂലായിരിക്കുവാൻ അർഹനല്ലെന്നുമാണ് അവർ പറയുന്നത്. റസൂലായിരിക്കണമെങ്കിൽ മനുഷ്യാതീതമായ ചില പ്രകൃതി വിശേഷങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവർ സമർത്ഥിക്കുന്നു. ഈ ധാരണ കേവലം അബദ്ധമാണെന്ന് 20-ാം വചനത്തിൽ വ്യക്തമായി തന്നെ അല്ലാഹു പ്രസ്താവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിഹീനതയും ആലോചനക്കുറവുമാണിത് കുറിക്കുന്നത്. സാധാരണക്കാരും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യസാധാരണമായ ബാഹ്യ പ്രകൃതി ഗുണങ്ങളിലല്ല, ആത്മികവും മാനസികവുമായ ഗുണവിശേഷങ്ങളിലാണ് എന്ന വസ്തുത ഇവർ മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങളിൽ തന്നെ അല്പജ്ഞാനികളായ പലർക്കും ഈ വിഷയത്തിൽ അബദ്ധധാരണകൾ പിണയാറുണ്ട്. ഇതിനെപ്പറ്റി സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ വെച്ച് നാം വിവരിച്ചിട്ടുണ്ട്. മുഹമ്മദിന് ഒരു സഹായകനും സാക്ഷിയുമെന്ന നിലക്ക് എന്തുകൊണ്ട് ഒരു മലക്കിനെ തന്റെ ഒപ്പം ഇറക്കിക്കൊടുക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ അവന് സുഖമായി കഴിഞ്ഞുകൂടത്തക്കവണ്ണം ഒരു തോട്ടം ഉണ്ടാവരുതോ? അതുമല്ലെങ്കിൽ അവന് അങ്ങാടിയിലും മറ്റും പോയി വിഷമിക്കാതെ ജീവിക്കുമാറ് വല്ല നിക്ഷേപവും നൽകപ്പെടരുതോ? എന്നിങ്ങനെയുള്ള ബാലിശമായ മറ്റ് ചോദ്യങ്ങളാകട്ടെ അവരുടെ ചിന്താശൂന്യതയും കുബുദ്ധിയും മാത്രമാണ് പ്രകടമാക്കുന്നത്. ഈ പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒടുക്കം അവർ സ്വയം തന്നെ വിധി കൽപ്പിക്കുകയാണ്. മുഹമ്മദിന് എന്തോ ആഭിചാരബാധയേറ്റ് അഥവാ മാരണം ബാധിച്ച് ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു. അതുനിമിത്തം അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ അവൻ ദൈവദൂതനൊന്നുമല്ല എന്നൊക്കെ ഇത്യാദി വിഡ്ഢിത്തങ്ങളും നിരർത്ഥങ്ങളായ ആരോപണങ്ങളും കേട്ട് വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയാണ് 9-ാം വചനം ചെയ്യുന്നത്.